Accidentally. അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. Convocation. Hey all, welcome back to Mad Plus. എൻ്റെ പേര് അരുൺ. ടുഡേ വിത്ത് KP ആൻഡ് അജോ. യെസ്. ഇന്ന് ഞങ്ങളുടെ ഹാക്കത്തോൺ എക്സ്പീരിയൻസസും ആൻഡ് ലേറ്റർ സ്റ്റാർട്ടപ്പ് വില്ലേജ് ജോയിൻ ചെയ്യുന്നതും ആണ് ഞങ്ങൾ വേണ്ടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കറക്റ്റ്. നമുക്ക് ഒത്തിരി ലേണിംഗ്, നമുക്ക് ഏറ്റവും കൂടുതൽ ലേണിംഗ് വന്നത് ആ ഒരു പീരീഡ് ഓഫ് എനിക്ക് തോന്നുന്നു ആ ഒരു പീരീഡിൽ കുറേ ലേൺ ചെയ്തു. അപ്പാർട്ട് ഫ്രം കോഡിങ് പോലെ പ്രസന്റേഷൻ, പിച്ചിങ്, talking to people, നെറ്റ്വർക്കിംഗ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നുന്നു മറ്റേ നമ്മൾ എല്ലാത്തിൻ്റെ ഒരു സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഹാക്കത്തോൺ. അതെ, നമ്മൾ പല ഹാക്കത്തോൺസ് അറ്റൻഡ് ചെയ്തു. പക്ഷെ നമ്മുടെ ഏറ്റവും ബെനിഫിറ്റ് ആയത് മനോരമയായിരുന്നു. എക്സാക്ട്ലി. ഭയങ്കരമായിട്ടും നമ്മൾ എനിക്ക് തോന്നുന്നു അത് ഞാനിപ്പോൾ ഓർക്കുന്നു. മറ്റേ നമ്മളത് എനിക്ക് തോന്നുന്നു ഒരു റാൻഡംലി ഒരു ഇവന്റ് എന്ന് വെച്ചാൽ ലൈക്ക് നമ്മളൊരു എനിക്ക് തോന്നുന്നു ലിങ്ക്ഡിൻ അല്ല, എനിക്ക് തോന്നുന്നു എവിടോ റാൻഡംലി നമ്മളൊരു അഡ്വർടൈസ്മെന്റോ മെയിലോ എന്തോ ആ ഒരു സെഗ്മെന്റിൽ ഇങ്ങനെ ഒരു ചാലഞ്ച് വരികയും അതിനകത്ത് കുറെ ലിസ്റ്റ് ഓഫ് ഐഡിയാസ് ഉണ്ട് അല്ലേ. നമ്മൾ കുറെ അവർക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഡിഫൈൻ ഒരു പ്രോബ്ലം ബേസിക്കലി ഒരു മീഡിയ കമ്പനി ആയതുകൊണ്ട് മീഡിയ റിലേറ്റഡ് ഐഡിയാസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നു. യെസ്. അതിനകത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഇച്ചിരൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്ന ഒരു ഐഡിയ മറ്റേ സെലക്ട് ചെയ്തു. എനിക്ക് മറ്റേ ബോട്ട് നമ്മള് ഈ ബോട്ടിന്റെ ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നീ ബേസിക്കലി ഞങ്ങൾ ന്യൂസ് അഗ്രിഗേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഡെലിവർ ചെയ്തതാണ് ഞങ്ങളുടെ ഐഡിയ. ഞങ്ങളത് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റിന്റെ ബോട്ട് ഫ്രെയിംവർക്ക് വെച്ച്. പിന്നെ കോൺവെർസേഷണൽ AI-ക്ക് നമ്മളെന്താ ലൂയിസ്. സോ ബേസിക്കലി നമ്മളിപ്പം ഫേസ്ബുക്ക് ചാറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് ബേസിക്കലി ഇന്ന് നമ്മൾ ചാറ്റ് GPT വെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു മിനിയേച്ചർ അല്ലെങ്കിൽ ഒരു സ്കെയിൽ ഡൗൺ വേർഷനാണ് നമ്മളത് ചെയ്തത്. ബേസിക്കലി നമുക്കിപ്പം ഗീവ് വിത്ത് ദ ന്യൂസ് ഫോർ ദ ഡേ എന്ന് ചോദിച്ചാൽ നമുക്ക് ആക്ച്വലി ന്യൂസ് കിട്ടുമായിരുന്നു അതൊരു ചാറ്റ് ബോക്സിനകത്ത് അക്രോസ് പ്ലാറ്റ്ഫോംസ്. ലൈക്ക് മേ ബി നമുക്ക് വാട്സാപ്പിനകത്ത് കിട്ടും, ഫേസ്ബുക്കിനകത്ത് കിട്ടും, ട്വിറ്റർ. അതായത് ആ മൈക്രോസോഫ്റ്റിന്റെ ആ ഒരു പ്ലസ് പോയിന്റ് തന്നെ ആ ബോട്ട് ഫ്രെയിംവർക്ക് അതായിരുന്നു. ഒരു സിംഗിൾ ഇതില് നമുക്ക് മൾട്ടിപ്പിൾ ചാനൽസിൽ കൂടെ നമ്മുടെ ഈ ഒരു ആപ്പ് നമുക്ക് ഡിപ്ലോയ് ചെയ്യാം, അവർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു മാർക്ക് സക്കർബർഗ് ഒക്കെ അന്ന് ബോട്ടിനെ കുറിച്ച് കുറെ എല്ലാവരും ബോട്ട്സ് ഇന്നാണ് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഏജൻസും മെച്യൂറായി. എനിക്ക് തോന്നുന്നു അത് അന്ന് അത് ലൈക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഓഫ് വി ജസ്റ്റ് ലൈക്ക് ബേസിക്കലി ട്രൈഡ് ഓഫ്. ഇതൊരു സിംഗിൾ ഡേ ഇവന്റ് ആയിരുന്നോ? ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഹാക്കത്തോൺ ഒരു ദിവസമുള്ളായിരുന്നു. ഹാക്കത്തോൺ ഒരു ഡേ 1 നമ്മൾ 6 hour കോഡും അതെല്ലാം ചെയ്യണം. ഫ്രീ ഫുഡ് ബേസിക്കലി. അതൊരു വലിയൊരു ഹാക്കത്തോൺ. നമ്മൾ ബേസിക്കലി നമ്മൾ പ്രൈസ് മണിയും ഫുഡ് പിന്നെ നമ്മുടെ കോളേജിൽ നിന്നൊക്കെ നമുക്ക് ഡേ ഓഫ് അത് തന്നെ. നമ്മളതല്ലേ യങ്ങസ്റ്റ് ആ ഒരു ഹാക്കത്തോണത്ത്. ബാക്കി എല്ലാം വേറെ കമ്പനീസിനൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. മറ്റേ നമ്മൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ കയറുമ്പം ബേസിക്കലി ആ ഫുൾ ഏരിയ ക്രൗഡഡ്, ഫുൾ ഏരിയ എല്ലാവർക്കും സീറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒത്തിരി കമ്പനികൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ നമ്മൾ അപ്പോഴാ UST, ക്യൂബസ്റ്റ് അങ്ങനെ കുറെ ലൈക്ക് ആ കമ്പനികളൊന്നും നമ്മൾ അത്രയും കേട്ടിട്ടില്ലായിരുന്നു. അതാ. സോ അന്ന് നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. വി വർ വൺ ഓഫ് ദ ഫസ്റ്റ് റൗണ്ട് പ്രസന്റേഷൻ കഴിയുമ്പോൾ നമ്മളത് ക്ലിയർ ചെയ്തു. ടോപ്പ് 5 ആയിരുന്നു തോന്നുന്നു ഫസ്റ്റ് റൗണ്ട്. ടോപ്പ് അല്ല, പിന്നെ ടോപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തു, അന്ന് പ്രസന്റ് ചെയ്തു, ക്ലിയർ ചെയ്തു, ഫൈനൽ പ്രസന്റേഷൻ അല്ലേ പിന്നെ ചെയ്തു. പക്ഷേ ടോപ്പ് 5 ഉണ്ടായിരുന്നു. ടോപ്പ് 5 ഉണ്ടായിരുന്നു നമ്മൾ അടുത്ത റൗണ്ട്. അതെ. ഓക്കെ. അപ്പൊ അന്ന് നമ്മള് എനിക്ക് തോന്നുന്നു ഇതിന് വേണ്ടി നമ്മൾ എനിക്ക് തോന്നുന്നു നോട്ട് ജെഎസ് അന്നാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് നമ്മൾ അത് ട്രൈ ഔട്ട് ചെയ്യുന്നത്. നോട്ട് ജെഎസ് നമുക്ക് എനിക്ക് തോന്നുന്നു നോട്ട് ജെഎസ് എല്ലാവർക്കും
ലൈക്ക് ഇറ്റ്സ് നമ്മൾ അന്ന് അത് ഭയങ്കര ഏർലി സ്റ്റേജസും ആയിരുന്നു അന്ന്, ലൈക്ക് ഇൻ ദ സെൻസ് ലൈക്ക് നോൺജീസ് ആണെങ്കിൽ ഇപ്പൊ ലൈക്ക് 10 years ആയോ? അത് കൂടുതലായി. അപ്പം അന്ന് മൈക്രോസോഫ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന വൺ ഓഫ് ദ നമുക്ക് അറിയാവുന്ന ഒരു ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ അത് തന്നെ അതായിരുന്നു ചെയ്തത്. അപ്പം നമ്മൾ അത് യൂസ് ചെയ്ത് നമ്മൾ എനിക്ക് തോന്നുന്നു ഹാക്കത്തോണിന് മുമ്പേ നോഡ് പ്രിപ്പയർ ചെയ്തു. പിന്നെ ബോട്ട് ഫ്രെയിം നമ്മൾ നോക്കിയായിരുന്നു അല്ലേ? ബോട്ട് ഫ്രെയിമൊക്കെ നമ്മൾ നോക്കിയാതെന്ന് തോന്നുന്നു. ബിക്കോസ് നമുക്ക് ഐഡിയാസ് ഏരിയാസ് നമുക്ക് ഓൾറെഡി അറിയാനുണ്ട്. നമ്മൾ ഡിസൈഡ് ചെയ്യാൻ നമ്മൾ ബോട്ടാ അത് ബോട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു അതിന്റെ ഡിപ്ലോയ്മെന്റ് പ്രോസസ്സ് നമ്മൾ ചെയ്തു. സോ ദാറ്റ് അവിടെ വന്നിട്ട് നമ്മൾ പിന്നെ ലോജിക് ബിസിനസ് ലോജിക് എഴുതുക, നമ്മളത് ഡിപ്ലോയ് ചെയ്യുക. അത് തന്നെ ഒരു പ്രാക്ടീസ് ആയിരുന്നു നമുക്ക്, വിച്ച് നമ്മൾ അന്ന് കുറെ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്തു. പിന്നെ നമുക്ക് മനസ്സിലായി ലൈക്ക് എളുപ്പമായിരുന്നു. പിന്നെ ഇതൊന്നും കോഡിനാടും കൂടുതൽ പിച്ചിങ്ങും അതെല്ലാം ഒരു ഫാക്ടർ ആയിരുന്നു. അതെ, കറക്റ്റ്, അത് ശരിയാണ്. നമ്മൾ എന്നിട്ട് അവിടെ പോയിട്ട് സോ ടെക്നിക്കലി എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ടീമിനെ സെലക്ട് ചെയ്യുന്നത് തന്നെ അവര് കുറെ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. ലൈക്ക് ഡെവലപ്പ് ചെയ്യണം, ഡിപ്ലോയ് ചെയ്യണം, കോഡ് നോക്കുന്ന ഒരു ഇവാലുവേഷൻ ടീം ഉണ്ടായിരുന്നു. മനോരമയുടെ ടെക് ടീം ആയിരുന്നു. മനോരമയുടെ ടെക് ടീം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ റൗണ്ടിൽ മനോരമയുടെ ടെക് ടീം മാത്രമേ ഉള്ളായിരുന്നു. ആദ്യത്തെ റൗണ്ടിലാണ് ഫുൾ ഇവാലുവേഷൻ. ഫസ്റ്റ് ഫൈവ് കറക്റ്റ്. അത് കഴിഞ്ഞിട്ട് വേറെ നമ്മൾ സെക്കൻഡ് റൗണ്ട് എവിടെയായിരുന്നു? നമ്മള് സെക്കൻഡ് റൗണ്ട് ആയിരുന്നു മറ്റേ എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞ ഇവന്റിലോട്ട് പോയത് നമ്മൾ. ആ ഇവന്റില് അതിനു മുമ്പേ എനിക്ക് തോന്നുന്നു നമ്മളെ മനോരമ ഓഫീസിൽ ട്രയൽ റൗണ്ട്, അവിടാണ് നമ്മള് മനസ്സിലാക്കിയ ലൈക്ക് വാട്ട് പ്രസന്റേഷൻ എങ്ങനെ കൊടുക്കണം, ബിസിനസ് പിച്ച്, ബിസിനസ് സ്ലൈഡും അതിനകത്ത് റവന്യൂ മോഡലും അങ്ങനത്തെ കുറച്ച് ടേംസ് എനിക്ക് തോന്നുന്നു കിട്ടിയത്. ദാറ്റ് വാസ് എ ഗുഡ് ഇത്. അത് കഴിഞ്ഞിട്ട് ഫൈനൽ റൗണ്ട് അവിടെ ഡെവലപ്മെന്റ് ഒന്നുമില്ല, പിന്നെയും പിച്ചിങ് ആയിരുന്നു. പക്ഷെ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഫീൽഡ് ചെയ്യണമായിരുന്നു. അപ്പൊ അന്നേരല്ലേ നമ്മൾക്ക് പക്ഷെ ഭയങ്കര ട്രാജഡി ആയിരുന്നു. ലൈക്ക് ബിക്കോസ് നമ്മൾ പ്രസന്റേഷനെ ചെയ്യാൻ നേരത്ത് ലാപ്ടോപ്പ് വർക്ക് ചെയ്തില്ല, നമ്മുടെ പ്രസന്റേഷന്റെ സ്ക്രീൻ ഗ്ലിച്ച് ആയി, വീഡിയോ നമ്മൾ ഡെമോ ചെയ്യേണ്ട വീഡിയോ നിന്നുപോയി. അന്ന് എനിക്ക് തോന്നുന്നു ബട്ട് സംഹൗ it all worked out. അതെ, നമ്മള് അത് ടാക്കിൾ ചെയ്തു നമ്മൾ. ബട്ട് ദാറ്റ് വാസ് ഐ തിങ്ക് പ്രസന്റേഷൻ നമ്മൾ പഠിച്ച് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. പല ടീംസ് എല്ലാം എനിക്ക് തോന്നുന്നു കുറെ ടീംസ് കുറെ നല്ല കാര്യങ്ങൾ ലൈക്ക് കുറെ ഐഡിയാസ് ഉണ്ടായിരുന്നു. ലൈക്ക് അന്ന് തന്നെ എന്തോ മറ്റേ ടെക്സ്റ്റ് വെച്ച് അല്ലല്ല, ഇത് ബേസിക്കലി എനിക്ക് തോന്നുന്നു ടെക്സ്റ്റിൽ നിന്ന് ഒരു ന്യൂസ് മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ സമറൈസ് ചെയ്യും. അങ്ങനത്തെ അന്ന് തൊട്ട് സമറൈസേഷൻ തന്നെ അല്ല. ഇപ്പോഴാണ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് വൺ ഓഫ് ദ ഗുഡ് ടാസ്ക് ദാറ്റ് GPT can do well. അങ്ങനെ നമ്മള് ഫസ്റ്റ് അടിച്ചു, ക്യാഷ് പ്രൈസ് കിട്ടി. അത് അൺഎക്സ്പെക്ടഡ്, ലൈക്ക് ടോട്ടലി നമുക്ക് എക്സ്പെക്ടേഷൻ സീറോ എക്സ്പെക്ടേഷൻ. നമ്മള് ഫസ്റ്റ് ടൈമാണ് നോഡ് ചെയ്യുന്നത്. നോഡില് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, പിന്നെ ഡിപ്ലോയ് ചെയ്യുന്നത്. സ്ലാക്ക് ഒന്നും നമുക്ക് നമ്മൾ യൂസ് പോലും അങ്ങനെ വളരെ സ്ലാക്ക് പക്ഷെ നമ്മൾ ഇവിടെ അല്ലല്ലോ ഇത് ചെയ്തത്. സ്ലാക്ക് പിന്നെ സ്ലാക്ക് ബോട്ടിലും നമ്മൾ ചെയ്തു. നമ്മൾ സ്ലാക്ക് ബോട്ട് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ഡെമോ ചെയ്തെല്ലാം മൊത്തം ഫേസ്ബുക്ക് അതായത് ഇച്ചിരി ഈസിയാണ്. സോ ബട്ട് ദേ ഹാഡ് ഗിവൻ ദാറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊരു നല്ലൊരു ഇവന്റ് ആയിരുന്നു അല്ലേ. അത് കഴിഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് വില്ലേജ് കറക്റ്റ് സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതും ഉണ്ടായിരുന്നു. ലൈക്ക് സോ ഇതിന്റെ അകത്ത് നമ്മൾ വേറെ ടേം ആയിരുന്നു മറ്റേ അക്വിസിഷൻ, അക്വിഹയർ, ആ ഒരു ടേം അതുണ്ടായിരുന്നു മറ്റേ മനോരമ. ബിക്കോസ് ദേ വാണ്ടഡ് സോഫ്റ്റ്വെയർ. പക്ഷെ നമുക്ക് എന്തായാലും കിട്ടില്ല, നമ്മൾ കോളേജിലായിരുന്നല്ലോ. അല്ലല്ല, അവർക്ക് അത് മേടിക്കണമായിരുന്നു. എന്ന് വെച്ചാൽ ലൈക്ക് ബേസിക്കലി കോഡ്. അപ്പൊ സോ ബേസിക്കലി അന്നാണ് നമ്മൾ ആദ്യമായിട്ട് അക്വിസിഷൻ എന്ന് പറഞ്ഞ ടേം അവരത് അങ്ങനെ ഫോം ചെയ്തത്. അപ്പൊ അത് ലൈക്ക്
ഒരു എല്ലാം നമ്മൾ ചെയ്ത സാധനങ്ങളെല്ലാം അവർക്ക് നമ്മൾ കൊടുക്കുന്നു എന്നുള്ള ഒരു ക്രൈറ്റീരിയ വെച്ച് നമ്മൾ പോയി. ലൈക്ക് ബേസിക്കലി വി ഹാവ് നോ ഐഡിയ അബൌട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് അതൊന്നും ഡെവലപ്പ് ചെയ്തില്ല. അത് തന്നെ, അത് കഴിഞ്ഞിട്ട് നമ്മളത് കഴിഞ്ഞു. നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്നില്ലായിരുന്നു. എന്നിട്ട് അവരായിരുന്നു പിന്നെ നമുക്കറിയത്തില്ല വാട്ട് ഇസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദയർ, അത് നമുക്കറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് we applied for Startup Village. Yes. Startup Village നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു കേട്ടോ, നമ്മുടെ mentors. ഏറ്റവും ഫ്രാൻസിസ് അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഒരു സീനിയർ പുള്ളിയാണ് നമ്മളെ മിക്കവാറും കാര്യങ്ങൾക്കെല്ലാം ഗൈഡ് ചെയ്തത്. കറക്റ്റ് എല്ലാ സെക്യൂരിറ്റി ആണെങ്കിലും എന്ത് ടെക്നോളജി എവറിത്തിങ്. അവര് എസ്യൂടെ തൊട്ട് മുമ്പത്തെ ബാച്ചില് മെമ്പേഴ്സ് ആയിരുന്നു. അപ്പൊ അതുവരെ നമുക്കൊരു എക്സ്പോഷർ കിട്ടി, ഇതൊരു സാധനം ഉണ്ട്. അപ്പം നമ്മളെ അപ്പം ഇത് സെക്കൻഡ് ബാച്ച് ആയിരുന്നു. അപ്പൊ അവരെന്തോ ഒരു പ്രൈവറ്റ് നേരത്തെ അതെന്തോ ഡെഡ് ലൈൻ മീറ്റ് ചെയ്തില്ല. അതല്ല, എസ്യൂഡോൾക്ക് ഒരു പ്രൈവറ്റ് മോഡലിലോട്ട് മാറി. ഫീസ് ഉണ്ടായിരുന്നു ബിക്കോസ് മറ്റേത് കേരള ഗവൺമെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഫീസ് ഇല്ല. സോ ദാറ്റ് വാസ് കംപ്ലീറ്റ്ലി ഇറ്റ് വാസ് ലൈക്ക് ആൻ എക്സ്പെരിമെന്റ് ട്രയൽ ബാച്ച്. സോ അതിനകത്ത് ഇത്ര പേരേ ഉള്ളൂ. എനിക്കൊന്ന് 6-7 ടീംസ്. ഭയങ്കര സ്മോൾ ഗ്രൂപ്പ് ആയിരുന്നു. അപ്പൊ അതൊരു എക്സ്പെരിമെന്റൽ ബാച്ച്. എന്നിട്ട് അത് പ്രൈവറ്റ് ആക്കി. പ്രൈവറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫീസ് കൊടുക്കണം. റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത് നല്ലൊരു റീഇൻവെസ്റ്റ്മെന്റും ആയിരുന്നു. ലൈക്ക് ബേസിക്കലി നമുക്ക് ഒത്തിരി ലേണിങ്സ് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് തുടങ്ങിയതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് വെൻ യു ടേൺ ബാക്ക് ഇറ്റ്സ് ലൈക്ക് എ ഗുഡ് തിങ്. സ്റ്റാർട്ടപ്പ് വില്ലേജിന്റെ ഫസ്റ്റ് റൗണ്ട് ഇതൊന്നു പിന്നെയും ഫോം ആപ്ലിക്കേഷൻ ആയിരുന്നു തോന്നുന്നു അല്ലേ? ഫിൽട്ടർ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ മറ്റേ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നു ഇച്ചൂടെ ഒരു ഫസ്റ്റ് ടൈം വി ഹാവ് സീൻ സ്ട്രക്ചേർഡ്. അവർ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിരുന്നു. വെരി ക്ലിയർ ക്രൈറ്റീരിയ ഭയങ്കര ക്ലിയർ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അത് ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെലക്ടഡ് ആയി ടോപ്പ് 50 or something. ഇറ്റ് വാസ് ഈസി. അത് എനിക്ക് തോന്നുന്നു പ്യൂർലി ബേസ്ഡ് ഓൺ വാട്ട് ഹൗ യു എക്സ്പ്ലെയിൻ അല്ലേ? അതെ അവിടെ ഈ കോഡ് റിലേറ്റഡ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ഒന്നുമില്ല. ലൈക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആപ്ലിക്കേഷൻ ഒരു പ്രോസസ് അല്ല. പിന്നെ നമുക്കൊരു കോഡിംഗ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോജക്റ്റ് ഗാർഡിനേഷൻ അവിടെയാ. നമുക്ക് എൻട്രി പ്രോജക്റ്റ് ആണ്, അത് വെരിഫൈ ചെയ്താല് അവരെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നു അവിടെ നമ്മള് ആദ്യമായിട്ട് നമ്മുടെ ടീമായിട്ട് വൺ തിങ് ഈസ് ലൈക്ക് നമ്മുടെ ടീം അവർ ജഡ്ജ് ചെയ്തു. പിന്നെ സെക്കൻഡ് തിങ് ഈസ് ലൈക്ക് ഐ തിങ്ക് ഫസ്റ്റ് ടൈം നമ്മൾ ഒരു ആക്ച്വൽ ഫീച്ചേഴ്സ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്ക് തന്നു. അത് മനസ്സിലാക്കി. അതൊരു ഡിഫറെന്റ് ഫസ്റ്റ് ടൈം ആയിരുന്നു. കറക്റ്റ്. നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു പ്രൊഡക്റ്റ് എന്തുവാ, ഫീച്ചേഴ്സ്. അവിടെയാണ് KP പൈത്തൺ ഫ്ലാസ്ക് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പ്രോഗ്രഷൻ ആണ്. നമ്മൾ നേരത്തെ പൈത്തൺ നമുക്ക് അറിയത്തുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് എങ്ങനെയാണ് വെബ്സൈറ്റ് കറക്റ്റ്. അപ്പൊ നമ്മൾ ഫ്ലാസ്കിലോട്ട് അന്ന് എനിക്ക് ഫ്ലാസ്കും ജാങ്കോ ഉണ്ടാകും അല്ലേ? നമുക്ക് കോംപ്ലക്സ് ആയിട്ട് തോന്നുന്നു. യെസ്, ഫ്ലാസ്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് തോന്നി. സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു. ഫ്രണ്ട് എൻഡ് jQuery ആണ്. ഫ്രണ്ട് എൻഡ് ബേസിക്കലി നമ്മൾ ജാവാസ്ക്രിപ്റ്റ്, jQuery, HTML, CSS. എനിക്ക് തോന്നുന്നു ഫ്രണ്ട് എൻഡിൽ ബേസിക്കലി നമ്മൾ മെറ്റീരിയൽ UI അന്ന് ലോഞ്ച് ചെയ്തു. ഗൂഗിളിന്റെ മെറ്റീരിയൽ UI. നമ്മൾ അതിനകത്തായിരുന്നു നമ്മൾ ഫുൾ UI ഫ്രെയിം വർക്ക്സ് നമ്മൾ ഈസിലി ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് ടൈം ഇറ്റ് വാസ് ലൈക്ക് അന്ന് ബൂട്ട് സ്ട്രാപ്പ് ഉണ്ടായിരുന്നു. ഭയങ്കര പോപ്പുലർ ആയിരുന്നു ബൂട്ട് സ്ട്രാപ്പ്. എനിക്കൊന്ന് മിനി പ്രോജക്റ്റിലാണ് എല്ലാവരും ബൂട്ട് സ്ട്രാപ്പ് ആയിരുന്നു. സോ അതിനകത്തുനിന്ന് അതിനകത്ത് ഗ്രിഡ് സിസ്റ്റം ഉണ്ടാക്കി അവർക്ക് ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിക്കോസ് ബൂട്ട് സ്ട്രാപ്പ് എനിക്ക് തോന്നുന്നു ടെക്നിക്കലി ബൂട്ട് സ്ട്രാപ്പ് ഇസ് ഫൗണ്ടഡ് ഒരു ട്വിറ്ററിന്റെ ഫ്രെയിം വർക്കാണ്. അപ്പൊ അതിനകത്ത് അവര് they were the ones I think who brought in this concept of easy dragging and dropping components പോലെ എന്നുവെച്ചാൽ കോഡ് ഉണ്ട്, നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുക, അത് പേസ്റ്റ് ചെയ്യുക. ഇറ്റ്സ് വെരി സ്ട്രേറ്റ് ഫോർവേഡ്. CSS എല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ ജസ്റ്റ് കോമ്പണന്റിന്റെ ബിൽഡ് ചെയ്താൽ മതി. അത് സോ ഇറ്റ് വാസ് ഈസി ടു ബിൽഡ് വെരി ക്വിക്ക്ലി. MVP ഒക്കെ നമുക്ക് എളുപ്പം ഡെവലപ്പ് ചെയ്തെടുക്കാം. ലൈക്ക് അതൊരു നല്ല സാധനം. എനിക്ക് അതിനെ ബേസ് ചെയ്ത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽ
പിന്നെ മെറ്റീരിയൽ UI. ഞാനാണെങ്കിൽ ആക്സിഡന്റലി ഞാൻ ഫ്രണ്ട് എൻഡിലോട്ട് ആക്സിഡന്റലി ഷിഫ്റ്റ് ചെയ്തത് ആണ്. പിന്നെ എല്ലാവരും നമ്മള് അങ്ങനെ ശരി. ആക്ച്വലി ഇവർ ഭയങ്കര കോർ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സാണ്. അപ്പം ഞാൻ ഓർത്തു എനിക്ക് തോന്നുന്നു ഫ്രണ്ട് എൻഡ് ജേർണി ലൈക്ക് എന്ന് വെച്ചാൽ ഇച്ചിരി ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്ക് ആ ആംഗിൾ ഇഷ്ടമായിരുന്നു. ലൈക്ക് മെറ്റീരിയൽ UI ടു മേക്ക് ദ ഒരു ഞാൻ കണ്ട പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ആ UI കാണുന്ന ഒരു നമ്മൾ ആ വെബ് നമ്മള് ബാക്കിനെക്കാളും മുമ്പേ കാണുന്നത് ശരി അങ്ങനെയൊന്നല്ല. ലൈക്ക് അതൊരു ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ദ എക്സ്പീരിയൻസ് വൈസ് പീപ്പിൾ ആദ്യമേ നോക്കാൻ പോകുന്ന UI ആണെന്ന് എനിക്കൊന്ന് ഫീൽ ചെയ്തു. അപ്പം സോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ റോൾസ് സ്പ്ലിറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് മോസ്റ്റ്ലി അങ്ങനെയാണ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തത്. പിന്നെ ശരിയാ. ഇപ്പത്തെ Cars 24 നമ്മൾ എനിക്ക് തോന്നുന്നു റെഫറൻസും വെച്ചായിരുന്നു അല്ലേ? നമ്മൾ ലൈക്ക് ബേസിക്കലി എനിക്ക് തോന്നുന്നു ഈ പ്രോഡക്റ്റിന്റെ റിക്വയർമെന്റ്സ് തന്നപ്പം അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞെങ്കിലും we actually went and looked at some of the competitors. Correct. Existing എന്താണ് അവർ ചെയ്യുന്നത്, കാരണം പ്രൈസ് കമ്പാരിസൺ ഒക്കെ നമുക്കുണ്ടായിരുന്നു. കറക്റ്റ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഡേറ്റ കളക്ഷൻ ഒരു പ്രിറ്റി ഗുഡ്. നമുക്ക് അറിയത്തില്ലായിരുന്നു ഫസ്റ്റ് എങ്ങനെ ചെയ്യണം. അതെനിക്കൊന്ന് ബ്യൂട്ടിഫുൾ സൂപ്പർ അതൊക്കെ ഇവരെ ചെയ്ത്. അപ്പം അതിന് ലൈക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ടീമായിട്ട് ഡിവൈഡ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഫീച്ചേഴ്സ് ആദ്യമേ എഴുതിയിട്ട് വി ഡിസൈഡഡ് ദാറ്റ് ഇത് ഫീച്ചർ അന്ന് ഇത് ഗാർഡിനേഷൻ ഞാൻ ഫ്രണ്ടിലും ചെയ്തായിരുന്നു. ബേസിക്കലി അതാ ഞാൻ പറഞ്ഞത്, നമ്മള് ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല. നമ്മള് കൂടുതലും ലൈക്ക് ഒരാൾ ഇത്രയും ചെയ്യാം, വേറൊരാള് ഇത്രയും ചെയ്യാം, അങ്ങനെയായിരുന്നു. അപ്പം അതായിരുന്നു. അതെ, ജയ്ക്കൂര് പഠിച്ചില്ല, ഓൾറെഡി അറിയായിരുന്നു. അപ്പം ഐ തിങ്ക് ദാറ്റ് ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര മറ്റേ അതൊരു ആസ്പെക്ട് ആയിരുന്നു. പിന്നെ നമുക്ക് ഇതിന്റെ പ്രസന്റേഷൻ സൈഡും ഉണ്ടായിരുന്നു. നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോസും വേണമായിരുന്നു, പ്രോഡക്റ്റ് ഡെമോയും ഡെമോ. അതെനിക്ക് തോന്നുന്നു നമുക്ക് അതിനെക്കുറിച്ച് സീറോ അന്ന് നമ്മൾ ഹാരല്ല നമുക്കൊരു ടീം ഉണ്ടായിരുന്നല്ലോ കോളേജിൽ ഒരു ക്രൂ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ഏൽപ്പിച്ച് ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ. എന്നിട്ട് നമ്മൾ മറ്റേ എനിക്ക് തോന്നുന്നു ഇതിന്റെ ആ ഡെമോ ഒരു വാട്ട് ഹാപ്പൻസ് ഇൻ ദ പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു അന്നത്തെ പൗട്ടൂൺസോ സോ ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത്. വലിയ ഗുണമില്ലെങ്കിലും അത് ലൈക്ക് ഒരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു. എന്ന് വെച്ചാൽ എങ്ങനെ ഐ തിങ്ക് ദാറ്റ് ഓൾസോ SP.co ഹാസ് വെരി ക്ലിയർലി ഔട്ട്ലൈൻ ആയിരുന്നു എങ്ങനെ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം. ആൻഡ് എഞ്ചിനീയറിംഗ് വൈസ് അതൊരു വലിയ ഒരു പോയിന്റർ ആയിരുന്നു. എഞ്ചിനീയറിംഗ് വൈസ് എനിക്ക് തോന്നുന്നു കമ്മിറ്റ്സ് എല്ലാം ഗിറ്റ്ഹബിനകത്ത് വേണം. ദേ മേഡ് ഷുവർ ദാറ്റ് റീഡ് മീ ഡോക്യുമെന്റേഷൻ പ്രോപ്പർലി നമ്മൾ കൊടുക്കണം. അത് ഉണ്ടായിരുന്നു. കറക്റ്റ്. അത് കഴിഞ്ഞ നമ്മൾ ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു തോന്നുന്നു. കൊച്ചിയില് ഒരു മേക്കർ വില്ലേജ് ആണ് ഇവൻ പറഞ്ഞ ഇന്റർവ്യൂ. അവിടെ ശരിയാ. നമുക്ക് അന്നാണ് ഫസ്റ്റ് ഇന്റർവ്യൂ പോലും. അതൊരു നല്ല ഇന്റർവ്യൂ ആയിരുന്നു. ഇൻഡിവിജ്വൽ അല്ലായിരുന്നു, ടീമായിട്ട്. നമ്മുടെ കുറെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ടു അതർ ഗ്രൂപ്പ്സ് നമുക്ക് സെയിം ഇതേപോലെ. അതൊരു ആ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് തന്നെ ഒരു നല്ലതായിരുന്നു. നമ്മൾ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എക്സ്പേർട്സും ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ്, അതാണെങ്കിൽ അതിനും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് നമ്മളെ കുറിച്ച് കൂടുതലും ചോദിച്ചത് ലൈക്ക് ടീമും ഹൗ ഡു യു മീറ്റ് വിത്ത് ഈച്ച് അതർ, ലൈക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ടാസ്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്,
അതൊക്കെയായിരുന്നു. ദാറ്റ് വാസ് എ ഗുഡ് ലേണിംഗ്. മറ്റേ നമ്മൾ SV.co ഇത് ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത പാർട്ട്ണർഷിപ്പ് കമ്പനി രജിസ്ട്രേഷൻ. അതതിൻ്റെ കമ്പനി എനിക്കൊന്നും നമ്മൾ ഇതിന്റെ റിസൾട്ടിന് വേണ്ടി നമ്മൾ അത് കാത്തിരുന്നു. ഞാനിപ്പോഴും ഓർക്കും മറ്റേ കോളേജില് 3 ടീംസും വി വർ വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്സ് ബിക്കോസ് ആകെ 30 പേരെ സെലക്ട് ചെയ്തു. 30 തന്നെ ഉണ്ടായിരുന്നോ? 30 എനിക്കൊന്ന് ഒരു ചില ടീംസ് പോയി, പക്ഷെ 30 ആയിരുന്നു അവരുടെ നമ്പർ. അതൊരു നല്ല ഒരു ഇതായിരുന്നു ബിക്കോസ് എന്തോ അവരുടെ ഡാഷ്ബോർഡിൽ ഇങ്ങനെ കാണിക്കും വെൽക്കമോ അങ്ങനെ ഒരു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ദാറ്റ് വാസ് ലൈക്ക് എ ഹുറേ മൂവ്മെന്റ് ഫോർ us. അത് സെലക്ട് ആയെന്ന് പറഞ്ഞു ബിക്കോസ് നമ്മൾ ഒത്തിരി ഫ്രാൻസിന്റെ അല്ലേ ഇത് നല്ലതാ അടിപൊളി. അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ടപ്പ് ബോക്സും കിട്ടിയത്, നമുക്ക് കിറ്റും കാര്യങ്ങളും. മാക്ബുക്ക് ഞാൻ കിൻഡിൽ എടുത്തു, അജോ ഫോൺ എടുത്തെന്ന് തോന്നുന്നു. ഡിവൈസ് അത് ശരിയാ. ഗൂഗിൾ നെക്സസ് നല്ല ഫോൺ. കിൻഡിൽ മാക് നെക്സ് അല്ല അത്ര ഉള്ളായിരുന്നു. വേറെന്തൊക്കെ ഇതായിരുന്നു ഹൈലൈറ്റ്സ്. നമുക്ക് ടാബ് ഉണ്ടായിരുന്നു. ഗാലക്സി ടാബ് കറക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്കത് നമുക്കത് നമ്മൾ ബേസിക്കലി അത്ര യൂസ് ഇല്ലായിരുന്നു. അതാ കറക്റ്റ്. നമ്മൾ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു SV കയറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലേ. അവരെ അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞാണ് നമ്മൾ ക്ലവർ ഹയേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ലിസ്റ്റ് ഓഫ് ഐഡിയാസ് അവർക്ക് അവർ തന്നെ കമ്പൈൽ ചെയ്ത് നമ്മൾ അതിനകത്ത് ചൂസ് ചെയ്തത്. കുറെ ഐഡിയാസ് ഞങ്ങൾ സെലക്ട് ചെയ്ത റെസ്യൂമെ പാസിംഗ്. പിന്നെ വേറൊരു ഓപ്ഷൻ ടെക്സ്റ്റ് ടു SQL, അതൊരു ഓപ്ഷനായിരുന്നു. ഗേറ്റ് വേ എൻട്രി ആണ് മറ്റൊരു ഐഡിയ. വിസിറ്റർ മൈഗേറ്റ് പോലെ അതൊരു ശരി, അതൊരു ഐഡിയ ആയിരുന്നു. മറ്റേ ടീം ചെയ്തത്. അതെ, അപ്പം അവര് അതായിരുന്നു ചെയ്തത്. നമ്മൾ എനിക്കൊന്ന് റെസ്യൂമെ പാർസിങ് അങ്ങനെയുള്ള ഒരു ഐഡിയയിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. എനിക്കൊന്ന് വേറെ കുറേ ഐഡിയാസ് ഉണ്ട്. ഇന്നത്തെ ഇപ്പം നമ്മൾ ChatGPT ചെയ്യുന്നത് വെച്ച് ചെയ്യുന്ന എനിക്കൊന്ന് NoSQL നമ്മുടെ NP നാച്ചുറൽ ലാംഗ്വേജ് ടു SQL വാസ് വൺ ഓഫ് ദ ഐഡിയാസ്. ഇപ്പം നമുക്കത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം ChatGPT വെച്ച്. അത് അങ്ങനത്തെ കുറേ ഐഡിയ എനിക്കൊന്ന് അതിന് മുമ്പ് ഐഡിയ സെലക്ഷന് മുമ്പേ നമുക്ക് എന്തോ ഓഫീസ് അവേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. പ്രോസസ് ഉണ്ടായിരുന്നു. നമുക്കൊരു ഡാഷ്ബോർഡ് പോലെ വി ഹാഡ് എ ഡാഷ്ബോർഡ് വെയർ ഇൻ വിച്ച് all the things were written. നമുക്ക് ബേസിക്കലി നമുക്ക് ആ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം കാണുന്നതാണ്. കറക്റ്റ്. ഫ്രം ഐഡിയേഷൻ ടു MVP ആയിരുന്നു ടാർഗറ്റ്, മിനിമം വൈബിൾ പ്രോഡക്റ്റ്. അതായിരുന്നു നമ്മുടെ ആ സാധനമൊക്കെ നമ്മൾ അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയുണ്ട്. നമ്മൾ ഗസ്റ്റ് കൊണ്ടുവരില്ലായിരുന്നോ പ്രസന്റേഷൻ എടുക്കാൻ? ഗസ്റ്റ് എനിക്ക് മറ്റേ തന്മയൊക്കെ ഒരു വർഷം അന്നല്ല KP മറ്റേ ഡോക് റൂം C ഗ്രൂപ്പിന്റെ അതേതായിരുന്നു? അത് മറ്റേ NPTELന്റെ ലേണിംഗ് സാധനം. അതിനകത്ത് he went on live. So you both took the course. ഞാൻ കോഴ്സ് എടുത്തില്ല. നീ കോഴ്സ് എടുത്തില്ല? ഞാൻ റോബിൻ തോന്നുന്നു കോഴ്സ്. ഓക്കെ മനസ്സിലായി. അത് വേറൊരു അത് അവരുടെ ഹസൂരയുടെ മറ്റേ ബാക്ക് എൻഡ് ടെസ്റ്റിംഗ് നടക്കുക. ബിക്കോസ് ദാറ്റ് വാസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് online MOOC in the world. Yes. അന്നാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് അവർ ആ ഒരു കോൺസെപ്റ്റ് ബാക്ക് എൻഡ് ഹസുരയുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹസുര പ്ലാറ്റ്ഫോം ആണ്. പ്ലാറ്റ്ഫോം അത് എനിക്ക് തോന്നുന്നു നമുക്കത് യൂസ്ഫുൾ ആണ്. നമ്മൾ ക്ലെവർ ഹയേഴ്സ് ചെയ്തപ്പോഴും എനിക്കൊന്ന് റെസ്യൂമെ അല്ല നമ്മൾ ഹസുരയുടെ ഇൻട്രൊഡ്യൂസ് ആവുന്നത് ബിക്കോസ് SV.coയിൽ നമ്മൾ ഹസുരയുടെ അകത്ത് CFOയുടെ ആനന്ദെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അല്ല ഞാൻ പറഞ്ഞ എഞ്ചിനീയറിംഗ് വൈസ് നമ്മൾ അവനോട് ചോദിച്ച ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കണ്ടെയ്നേഴ്സിനെ കുറിച്ചായിരുന്നു. കണ്ടെയ്നർ ടെക്നിക്കലി KPക്ക് എനിക്ക് തോന്നുന്നു ഞാൻ തിങ്ക് ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കോഡ് എക്സിക്യൂഷൻ നമ്മൾ ഒരു ലിനക്സിനകത്ത് എന്ന് വെച്ചാൽ ഒരു ഫയലിനകത്ത് ചെയ്യാൻ പറ്റുമോ, അത് ആക്സസിബിൾ ആവോ പുറത്തെ വേൾഡ്? ബേസിക്കലി bare metal റൺ ചെയ്യണോ, ഡോക്കർ റൺ ചെയ്യണോ, is there any other way to do that? Correct. ബേസിക്കലി നമുക്ക് ക്ലെവറൈസിനകത്ത് നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം വേറെ അൺട്രസ്റ്റഡ് കോഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. കറക്റ്റ്. സോ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം? യെസ്, നമ്മൾ എന്നിട്ട് ഹാക്കർ റാങ്ക് നമ്മൾ തിരിച്ച് നമ്മളതിനെ അല്ല നമ്മളാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ നോക്കാൻ തുടങ്ങി ലൈക്ക് അവരെങ്ങനെയാ എനിക്കൊന്ന് സബ് ഗ്രൂപ്പ്സ് ഉണ്ട്, സി ഗ്രൂപ്പ്സ്. കറക്റ്റ്. നമ്മളതങ്ങനെ ഫിഗർ ഔട്ട് ചെയ്തില്ലല്ലോ. അല്ല നമുക്ക് യെസ് നമ്മുടെ സൊല്യൂഷൻ ആക്ച്വലി ഡോക്കർ ബേസ്ഡ് ആണ്. വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിൻ്റെയും എനിക്കൊന്ന് ബാക്ക് ഇൻ 2016, 17, 18 പീരിയഡിൽ ഈ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് ലൈക്ക് ഡോക്കർ, കുബർനെറ്റിസ്, യെസ് ഓൾ ന്യൂ ഫ്രം ലൈക്ക് അത് റിലീസ് ഔട്ട് ചെയ്തു പബ്ലിക്കിലോട്ട് ആൻഡ് പീപ്പിൾ വെർ സ്റ്റാർട്ടഡ് കോൺട്രിബ്യൂട്ടിങ്. അപ്പം ഡോക്കർ അങ്ങനെ കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലോട്ട് കണ്ടെയ്നേഴ്സ് ആദ്യമായിട്ട് നമുക്ക് കേൾക്കുന്നത് ആക്ച്വലി ഫ്രാൻസിസിന്റെ കൂടെ പോയ കോൺഫറൻസ് സെക്യൂരിറ്റി കോൺഫറൻസിൽ ഒരു ടോക്ക് ഉണ്ടായിരുന്നു അവിടെ ലൈക്ക് ലൈറ്റ് വെയിറ്റ് VMs ഒരു ടോക്ക്. അന്ന് നമ്മൾ ആദ്യമായിട്ട് ഡോക്കർ അതിന്റെ ഗോ എന്ന ലാംഗ്വേജിനെ കുറിച്ച് കേൾക്കുന്നു. കറക്റ്റ്, ഗോയിലോട്ട്. കറക്റ്റ്. നമ്മൾ എനിക്ക് തോന്നുന്നു സോ ക്ലെവർ ഹയേഴ്സിൻ്റെ ഒരു നമ്മൾ റെസ്യൂമേ പാർസിംഗ് എന്ന് പറഞ്ഞ ആ ഐഡിയയിൽ നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമുക്ക് NLP എനിക്ക് തോന്നുന്നു നമ്മൾ NLP ചെയ്തു, ബട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പാരാമീറ്റേഴ്സ് ഒന്നും ബേസിക്കലി നമ്മുടെ ഓഫീസ് ഹൗസിൽ എന്താ പറഞ്ഞത്, ഇത് നമ്മൾ ഇങ്ങനെ പിവറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വയബിൾ പ്രൊഡക്റ്റ് ആയിരിക്കും. ലൈക്ക് ഫ്രം റെസ്യൂമേ പാസിംഗ് ടു ഒരു ടെസ്റ്റിംഗ് കോഡ് അങ്ങനെ എല്ലാം ടെക്നിക്കൽ ഹയറിംഗ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബിസിനസ് ടു B2B നമുക്ക് അറ്റ്ലീസ്റ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതായിരുന്നു അന്ന് തന്നെ B2B അതൊക്കെ കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. B2B എന്താണ്, B2C എന്താണ്, ബിസിനസ് മണി ലൈക്ക് പൈസ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ കേട്ടത് നമ്മൾ ആദ്യമായിട്ട് അവിടെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ മൈൽ സ്റ്റോൺസിനും അവര് സ്ലാക്കിൽ നമ്മൾ അന്നാണ് ആക്ച്വലി അവർക്കൊരു ഡാഷ്ബോർഡ് ഉണ്ടായിരുന്നു. ലൈക്ക് ഓക്കെ നമ്മൾ ഇത് ഹിറ്റ് ചെയ്താൽ ഇത് മാർക്ക് ചെയ്യും, ഇത് ഹിറ്റ് ചെയ്താൽ ഇത് മാർക്ക് ചെയ്യും. ഒരു നമ്മളെ അവര് അക്കൗണ്ടബിൾ. യെസ്, ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ നമ്മൾ അന്നാണ് ആ അക്കൗണ്ടബിലിറ്റി നമ്മൾ പഠിക്കുന്നത്. അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, നമുക്കിത് ചെയ്യണമല്ലോ എന്ന് പഠിക്കുന്നത്. എനിക്കൊന്ന് ആ ഹാക്കത്തോൺ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് TBI നമുക്ക് പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാണ് നിങ്ങൾക്ക് TBIയിൽ 4 സീറ്റ്സ് എടുക്കുന്നത്. കറക്റ്റ്. 4 നമ്മുടെ നിങ്ങളുടെ കോളേജിൽ തന്നെ ഒരു ബിസിനസ് ഇൻക്യുബേഷൻ, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെൻട്രൽ ഗവൺമെന്റ് ഏതോ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് എല്ലാം കുറച്ച് കോളേജസിന് ഓഫീസ് സ്പേസ് അലോട്ട് ചെയ്യും. അവിടെ ലൈക്ക് ആ കോളേജിലെ സ്റ്റുഡൻസിന് സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ വന്ന് വർക്ക് ചെയ്യാം. അങ്ങനെ ഒരു എൻവയോൺമെന്റ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ നമുക്ക് ഒരു 4 സീറ്റ്സ് അവൈലബിൾ ആയി. ഞങ്ങൾ ഇതൊരു സ്റ്റുഡൻസ് ആയിട്ടാണോ രജിസ്റ്റർ ചെയ്യുക അതോ? അല്ല, നമുക്ക് ഇനീഷ്യലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് ഫ്രീ ആയിരുന്നു. ആണോ? ഒരു കുറച്ച് ഫീസ് അത് ലൈക്ക് ഇറ്റ് വാസ് വെരി ഗുഡ്. ടെക്നിക്കലി നമുക്കത് ഭയങ്കര ഒരു പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് നമ്മുടെ റിസർച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒരുമിച്ചിരിക്കാം, നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ നമുക്ക് ആ ഒരു പോർട്ടിൽ കൂടെ പോകാൻ ആവശ്യമില്ല. പിന്നെ ഇതൊന്നും നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ മെയിൻ പ്രോജക്റ്റ് ആയിട്ടും ചെയ്തിരുന്നു. അല്ലേ? പാടുമാണ്. ക്ലെവർ ഹയേഴ്സിന്റെ ഒരു ഇതായിരുന്നു. അപ്പം കണ്ടെയ്നേഴ്സ് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് നമ്മൾ അന്ന് ആദ്യമേ എനിക്ക് തോന്നുന്നു ജാങ്കോ അല്ലേ യൂസ് ചെയ്തത്? പൈത്തൺ ജാങ്കോ ആണോ ഇനീഷ്യലി? കാരണം നമ്മൾ ഞാനിപ്പോഴും ഓർക്കുന്നത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ലൈക്ക് ബഗ് വരുമ്പം പാടാ, ടെക്നിക്കലി ഭയങ്കര പാടാ.
എന്നുവെച്ചാൽ ബിക്കോസ് അവർക്ക് കുറെ ഡിഫൈൻഡ് ആയിട്ട് കുറെ ക്ലാസ്സസും കുറെ കാര്യങ്ങളുണ്ട്. അതൊരു എൻറ്റയർ കോൺവെർസേഷൻ നമുക്ക് ലാംഗ്വേജസ് ഡിസ്കസ് ചെയ്യാം. അതിൽ നമുക്ക് വിശദമായിട്ട് അത് പറയാം. പക്ഷെ അതായിരുന്നു നമ്മൾ ആദ്യമേ ടച്ച് ചെയ്ത എനിക്കൊന്ന് ഫ്രെയിം വർക്ക്. അല്ല പിന്നെ ഫ്ലാസ്ക് അറിയായിരുന്നു, അതിലേക്ക് ഫുൾ ഫ്ലെഡ്ജ് ഫ്രെയിം വർക്ക് ജാങ്കോ. കറക്റ്റ്. പിന്നെ ബേസിക്കലി നമ്മൾ ഗോ നമുക്ക് ഒരു ലാംഗ്വേജ്, പുതിയ ലാംഗ്വേജ് ആയിട്ട് തോന്നിയപ്പം ഒരു കണ്ടപ്പോൾ നമുക്ക് ബേസിക്കലി അത് അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. നമ്മൾ വന്ന് എനിക്ക് തോന്നുന്നു എന്ത് ന്യൂ ടെക്നോളജി ആ സമയത്ത് ആദ്യമേ അത് തന്നെയാണ്. കുബർനെറ്റിസ് എൻ്റെ 1.0 പോലും ഹിറ്റ് ചെയ്തില്ലായിരുന്നു ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്. ഇല്ല, ഗോ ആണോ? അല്ല, കുബർനെറ്റിസ് 1.0 ആയില്ലായിരുന്നു. നമ്മൾ യൂസ് ചെയ്തായിരുന്നല്ലോ നമ്മുടെ മറ്റേ ലേറ്റർ സ്റ്റേജസ്. ബേസിക്കലി നമ്മൾ കുബർനെറ്റിസ് നമ്മുടെ ആപ്പ് ഡിപ്ലോയ് ചെയ്തത് പ്രീ മാനേജ് കുബർനെറ്റിസ്. ക്ലൗഡിനകത്ത് കുബർനെറ്റിസ് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ VMനകത്ത് കുബർനെറ്റിസിന്റെ 2 സാധനങ്ങളുണ്ട്, മാസ്റ്റേഴ്സും വർക്കേഴ്സും, കൺട്രോൾ പ്ലെയിൻ ആൻഡ് ഡേറ്റ പ്ലെയിൻ. സോ ഇപ്പം മാനേജ് കുബർനെറ്റിസിനകത്ത് കൺട്രോൾ പ്ലെയിൻ ക്ലൗഡ് ഹോസ്റ്റ് ചെയ്യും. ബേസിക്കലി നമ്മൾ മാനേജ് ചെയ്യാൻ ആവശ്യമില്ല, ഡേറ്റ പ്ലെയിൻ മാത്രം മാനേജ് ചെയ്താൽ മതി. നമ്മളന്ന് ബേസിക്കലി സോ അതെനിക്ക് തോന്നുന്നു അത് നമ്മൾ അത് ചെയ്ത് എനിക്ക് ആ ഹയറിംഗ് നമ്മൾ ആ പ്രോഡക്റ്റ് നമ്മൾ ആക്ച്വലി 2 കമ്പനീസ് ഹയറിംഗും ചെയ്തു. കറക്റ്റ്. ഓക്കെ, നമ്മള് റെസ്യൂമെ പാസിംഗ് പിവറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. യെസ്, നമ്മൾ പറഞ്ഞു റെസ്യൂമെ പാസിംഗിൽ ആ പാരാമീറ്ററിലാണ് നമുക്ക് നമ്മൾ ബേസിക്കലി നമ്മുടെ എന്തുവാ ഓഫീസ് അവേഴ്സിൽ നമ്മളോട് പറഞ്ഞ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ പാരാമീറ്റേഴ്സ് കറക്റ്റ് ആവുന്ന വരെ അതാരും നമുക്ക് കറക്റ്റ് ആയിട്ട് വരത്തില്ല. അപ്പം ഞങ്ങൾക്കും ആ NLP ഏരിയയിൽ വലിയ ഒരു ഐഡിയ ഇല്ല. പിന്നെ എങ്ങനെ ഇൻട്രസ്റ്റ് വരുത്തുന്ന അറിയത്തില്ല. നമ്മൾ ഫോക്കസ്ഡ് ഓൺ വെബ് ഡെവലപ്മെന്റ് വീക്കർ. നമ്മൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അതിന്റെ ബിസിനസ് ആസ്പെക്ട് അത് നമ്മൾ തിങ്ക് ചെയ്തില്ല. അതുകൊണ്ട് സ്ലോലി നമ്മൾ ആരെ അറിയാതെ നൈസായിട്ട് നമ്മൾ എല്ലാത്തിന്റെയും അത് നമ്മൾ നോക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ ഇന്ത്യക്കാണ് നമ്മള് പിച്ച് ചെയ്യാൻ പോയത്. ഇടയ്ക്കിടയ്ക്ക് പിച്ചസ് ഉണ്ടായി. നമ്മളൊരു പ്രാവശ്യം മറ്റേ ചെന്നൈയില് ഫ്രഷ് ബോക്സിൽ പോയിട്ടുണ്ട്. ഗിരീഷ് മാതൃഭൂതം. നമ്മളാണെങ്കിൽ അത് കറക്റ്റ്. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗിരീഷ് ഐ തിങ്ക് ഹി ഹാഡ് നമ്മളെ മീറ്റ് ചെയ്തപ്പോഴും നമ്മളെ അഡ്രസ് ചെയ്തപ്പോഴും he had already announced that I will be taking the company to IPO. That was അന്ന് പറഞ്ഞു. ഇന്നിപ്പം നാസ്ഡാക്കിലെ റോൾ മോഡൽസ് വരെ ആയി. And it was like we also had that opportunity to meet him and person in front of there. Yes, നമ്മള് early days ഫ്രഷ് വർക്സും ഭയങ്കര ഒരു ബഡിങ് ഗ്രോയിങ് സ്റ്റേജിലാണ്. ലൈക്ക് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നമ്മളന്ന് പ്രസന്റേഷൻ സ്കിൽസും നമ്മൾ അവിടുന്ന് കോൺഫിഡൻസ് വന്നതും അതെല്ലാം നമ്മൾ അവിടുന്ന് ഓഫീസ് വാസ് റിയലി അമേസിംഗ്. നമ്മള് ഫുൾ ടെക് ഓഫീസ് കാണുന്നത് ആൾക്കാർ വരുന്നു, വർക്ക് ചെയ്യുന്നു, പോകുന്നു. മറ്റേ ഫോൺ, ലാൻഡ് ഫോൺ. ലിറ്ററലി നമ്മൾ ഇങ്ങനെ ആ ഒരു രീതിയിലാണ് ക്രിക്കറ്റ് കളിക്കാൻ ഗെയിംസ് ഏരിയ ദോശ ജിമ്മുണ്ടായിരുന്നു. കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ലിറ്ററലി ഭയങ്കര ഒരു വെൽക്കമിങ് സ്പേസ് ആയിരുന്നു നമുക്ക്. അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു ടെക് ഒരു കൂൾ കമ്പനിയാണ് ആദ്യമായിട്ട്. അല്ലാതെ നമ്മള് ഐവിക്കെല്ലാം പോയിട്ട് TCS അതുപോലത്തെ കമ്പനീസിലാണ് പോയിട്ട്. ഇതൊരു കൺവെൻഷണൽ സർവീസ് കമ്പനിയാണ്. ഇതൊരു പ്രൊഡക്റ്റ് ബേസ്ഡ്. അതെ, ആ ഒരു പ്രൊഡക്റ്റിന്റെ കമ്പനിയുടെ ഡിഫറൻസ്. പിന്നെ ആൾക്കാർ ഓൾസോ വെരി എംപ്ലോയീസ് വേർ അവരുടെ എംപ്ലോയീസ് ആണെങ്കിൽ ഫീഡ്ബാക്സ് ലൈക്ക് റിയലി ഗുഡ്. എല്ലാത്തിനും ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു. നമ്മളിപ്പം CFO എനിക്ക് തോന്നുന്നു അസൂറയുടെ ടീമിലെ നമ്മൾ കണ്ടക്ടർ ആണെങ്കിലും
നമുക്ക് എവിടാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് എവിടാണ് ഇനി like they had so many questions which made us think. Yes, maybe we can change it. Maybe this would be better. അങ്ങനൊരു എനിക്ക് തോന്നുന്നു അതൊരു നല്ല ഇൻസൈറ്റ് ആയിരുന്നു. പിന്നെയാണ് അജോ US will pitch ചെയ്യാൻ. But maybe that is for the next episode. എനിക്കൊന്ന് ഇതിനകത്ത് എനിക്കൊന്ന് മേജർലി നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ രീതിയിൽ ലൈക്ക് ദിസ് പ്രൊഡക്റ്റ് ജേർണി നമുക്ക് and it is a very good thing. Like നമുക്ക് കോഡിംഗ് മാത്രമല്ല, you need to know other aspects as well. Like just being a developer, എനിക്ക് തോന്നുന്നു ഇപ്പം it's tough. Especially in this world, like ഇപ്പൊ AI ഒക്കെ വന്നോണ്ട് തന്നെ നമ്മുടെ സോഫ്റ്റ് സ്കിൽസും ബേസിക്കലി ഇംപ്രൂവ് ചെയ്യണം. പ്രസന്റേഷൻ, സോഫ്റ്റ് സ്കിൽസ്, പിന്നെ ഗിവൺ ഇതാണ്. പിന്നെ നെറ്റ്വർക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു നമുക്ക് ആൾക്കാരെ നമ്മൾ മടി പിടിച്ചിരിക്കുവാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കോളേജിൽ അങ്ങ് യൂട്ടിലൈസ് ചെയ്തോണം. എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഡോണ്ട് സിറ്റ് അറ്റ് യുവർ ഹോം, ജസ്റ്റ് ഗോ ആൻഡ് നെറ്റ്വർക്ക്. ആരാ എപ്പോഴാ ഓപ്പർച്യൂണിറ്റി തരുന്നതെന്ന് നമുക്കറിയത്തില്ല. സോ ജസ്റ്റ് ഗ്രാബ് ദാറ്റ്. എനിക്ക് തോന്നുന്നു ദാറ്റ്സ് ദ മേജർ തിങ് നമ്മൾ പഠിച്ചത്. ലൈക്ക് ടേക്ക് അവേസ് ആണ്. അപ്പം നമ്മൾ എപ്പിസോഡ് കഴിഞ്ഞു വീണ്ടും കാണാം. അതുവരെയും ബൈ.